അപ്പോൾ എല്ലാ ഗടികൾക്കും റോൾ നമ്പർ 7 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഒരു ബോട്ട് ലൈഫിനെ കുറിച്ച് കാര്യങ്ങൾ. ഒരു ഫൈബർ ബോട്ടായിരുന്നു നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായത്. ഏകദേശം അതിനൊരു 32 അടി നീളമുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആലപ്പുഴ കൊല്ലമൊക്കെ പോകുമ്പോൾ ഉള്ളിലുള്ള തോടുകളിലേക്കും ചെറിയ ഗ്രാമങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി. അതിനുശേഷം നമ്മൾ ആലപ്പുഴ അതുപോലെ ആ സൈഡുകളിലൊക്കെ പോയിട്ട് നമുക്ക് ഒതുങ്ങിയൊരു വഞ്ചി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അലഞ്ഞു. അവസാനം നമ്മൾ മുനമ്പത്ത് നമുക്ക് പൊന്നെന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെന്നാണ് ഈ മരത്തിലുള്ള ഒരു വഞ്ചി കിട്ടിയത്. ഏകദേശം ഒരു 17 അടിയാണ് ഇതിൻ്റെ നീളം വരുന്നത്. എഞ്ചിനടക്കം വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് ഈ പൊന്നൻ ചേട്ടൻ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ അവിടെ നമുക്ക് ഇപ്പോൾ മുനമ്പത്ത് പണിയാൻ ബുദ്ധിമുട്ടുള്ള കാരണമുണ്ട്. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 35 കിലോമീറ്റർ പോയിട്ട് അവിടെ എന്നും പോയിട്ട് പണിയും കാര്യങ്ങളും നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് നമ്മൾ ഇത് വേറൊരു വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മുടെ ഷൈജുവിൻ്റെ വർക്ക്ഷോപ്പിലാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലാണ് വർക്കൊക്കെ ചെയ്യണം. പകൽ ഇവർക്ക് വേറെ വർക്കുള്ള കാരണം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റണില്ല. അതല്ല പിന്നെ ഈ വൈകുന്നേരം ലൈറ്റിൻ്റെ പ്രശ്നമുള്ള കാരണം കൊണ്ടാണ് വീഡിയോകളൊന്നും ചെയ്യാത്തത്. വഞ്ചി എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ചുണ്ടൻ വെള്ളത്തിൻ്റെ ഒക്കെ പോലെ തല കൊമ്പ് കൊണ്ടുവരണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ദിവസം വൈകുന്നേരം ഒരു 2 മണി വരെ നമുക്കത് സ്കെച്ച് വരച്ചെടുക്കാൻ വേണ്ടി ഞാനും ഷൈജും കൂടിയിട്ട് ഇവിടെ വർക്ക്ഷോപ്പിൽ ഇരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഒരു മാലൊക്കെ വെട്ടിയിട്ട് ഈ ഹൈറ്റിൽ എടുത്തിട്ടുള്ളത്. ശരിക്കും ഈ വഞ്ചിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കൊമ്പിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് ഇത്രയൊക്കെ വരുന്നുള്ളൂ. അത് നമ്മൾ പ്ലൈവുഡൊക്കെ മേടിച്ച് വേറൊരു ചേട്ടനെ ശരിനെ വിളിച്ചിട്ടാണ് നമ്മൾ ഈ വർക്കും കാര്യങ്ങളും ശരിക്കും ഒരു ചുണ്ടൻ്റെ ആ തല എങ്ങനെ വരുന്ന ആ സെയിം രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ ഇങ്ങോട്ട് വരുമ്പോൾ റൂഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിജേട്ടനാണ് റൂഫും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. ഈ റൂഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല സൈഡിലൊക്കെ പോകുമ്പോൾ ഈ പാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആലപ്പുഴയൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ പാലങ്ങളുണ്ടാവും. അപ്പം നമുക്ക് മുകളിലെ ഈ റൂഫ് താത്താനും അതുപോലെ ഈ അടിയിലേക്ക് ഇങ്ങോട്ട് താത്താനും പറ്റും. ആവശ്യത്തിന് പൊക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അങ്ങനെ ഒരു സെറ്റിങ്ങിലാണ് ഈ റൂഫും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഒരു ചുണ്ടൻ്റെ സെയിം രീതിയിലുള്ള തല്ലെടുപ്പ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വഞ്ചിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള വഞ്ചീന കേട്ടോ. ഏകദേശം ഒരു 17 അടി വരുന്ന വഞ്ചീനയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം നമുക്ക് ഈ വഞ്ചിയിൽ ഒരു 5 കള്ളിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കള്ളിയിൽ നമ്മൾ ഒരു ബെഡിനുള്ള ഫ്രെയിം ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സെറ്റപ്പിൽ ഫ്രണ്ടിൽ സെറ്റപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ റൂഫൊക്കെ ചെയ്യണത് സിബ് ടൈപ്പാട്ടാ. നമുക്ക് ഈ സൈഡൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്ന സെറ്റപ്പിലാണ് റൂഫും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ. അതൊക്കെ നമ്മൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ ഏകദേശം അടിച്ച് സെറ്റായി വരും കേട്ടോ. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ സോളാറും കാര്യങ്ങളും പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോളാർ പാനലും കാര്യങ്ങളും പിടിപ്പിക്കണം. പിന്നെ അതിൽ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ കള്ളിയിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ എൻജിൻ വരുന്നത് നമ്മുടെ യമഹയുടെ എൻജിൻ കേട്ടോ. 9.9 HP എൻജിനാണ് വന്നേക്കണേ. നമ്മുടെ ബാക്ക് മൂട് വെട്ടി കേട്ടോ വന്നേക്കണേ. ഈ വഞ്ചി മൂട് വെട്ടിയാണ് വരുന്നത്. ശരിക്കും ഒരു ബോട്ടിൻ്റെ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇത് പണിതിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാക്കിൽ ഇരുന്നിട്ട് ആ ഫ്രണ്ടിലേക്കുള്ള ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപാര ലുക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഷൈജു അവിടെ നിന്നിട്ട് ഉറങ്ങാണ്. ഏകദേശം 12 മണി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം എൻ്റെ ഓട്ടം കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വർക്കുമ്പോഴേക്ക് കയറണം. ഏകദേശം ഒരു 9 മണിയാവും. പിന്നെ ഏകദേശം ഒരു 12 മണി 1 മണി വരെയൊക്കെ ഈ വഞ്ചിമന്നെ പണികളാണ്. സ്വന്തം പണിയായ കാരണം കൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആവണേ. നമ്മുടെ ഷൈജുവിൻ്റെ പ്രകടനങ്ങളാട്ടാ, വഞ്ചിയുടെ തുമ്പത്ത് കയറി നിന്നിട്ടുള്ള പ്രകടനങ്ങളും കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പാര ലുക്ക് തന്നെയാട്ടോ. നമ്മൾ കൊമ്പൊക്കെ ചെയ്തെടുത്താൽ അപ്പാര ലുക്കിലാണ് കൊമ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അവൻ്റെ തല കൊണ്ടാണ് ഈ കൊമ്പും കാര്യങ്ങളൊക്കെ പൊന്തി വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടെയായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പേരും കാര്യങ്ങളും ഇവിടെ അടിച്ചു കൊടുക്കും. പേര് നമ്മൾ സസ്പെൻസ് ആക്കി വെച്ചേക്കാണ്. നമ്മൾ ഫസ്റ്റ് കാനോലി എന്നാണ് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പേരിൽ ചെറിയൊരു വ്യത്യാസം കാര്യങ്ങളും നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ആ പേര് പറയുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഈ സൈഡിൽ തന്നെയായിട്ട് നമുക്ക് ചാനലിൻ്റെ പേര് അതുപോലെ ബോട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യണേ. എഴുത്തണ്ട ചെയ്യണേ. കുറച്ച് ഗ്രാഫിക്സൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ ഫണ്ട് കറക്റ്റായാൽ മാത്രമാണ് നമ്മൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്ലൂവിൽ വൈറ്റ് ലൈനാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കിടക്കാനുള്ള പ്ലൈവുഡും കാര്യങ്ങളും നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് എടുക്കടാ, കട്ട് ചെയ്ത് എടുക്ക്, നമുക്ക് ഇട്ട് നോക്കാം. സംഭവം നമ്മുടെ സ്വന്തം കട്ടിങ്ങാണ്. അപ്പം ചെറിയ അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാവോന്ന് അറിയില്ല, ഒന്ന് ഇട്ട് നോക്കാം. താത്ത് താത്ത് താത്ത്
പ്ലൈവുഡും കാര്യങ്ങളൊക്കെ ഈ മഴയും വെള്ളമൊക്കെ നനയണ കാരണം കൊണ്ട് മറേനാട്ടോ കൂടിയ പ്ലൈവുഡാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കണത്. സെറ്റ് ആയിട്ട് കേട്ടോ. ഏകദേശം നമുക്കൊരു 3 ആൾക്ക് അടിപൊളിയായിട്ട് ഇതിൽ കിടക്കാട്ടാ. ഇതിലിപ്പോൾ ബെഡൊക്കെ വരുമ്പോൾ സെറ്റപ്പായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഇവിടെ കിടക്കാം. അതുപോലെ 3 പേർക്ക് അടിപൊളിയായിട്ട് കിടക്കാമെന്നുള്ള സെറ്റപ്പിലാണ് നമ്മുടെ ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു സെറ്റപ്പ് തന്നെ നമുക്ക് ഇതിൽ വരും. അതുപോലെ റൂഫിങ് നോക്കുകയാണെങ്കിലും കണ്ടാ നമുക്ക് അത്യാവശ്യം നല്ല റൂഫിങ് ഉണ്ട്. ഉള്ളിൽ തെർമോക്കോളൊക്കെ ഒട്ടിച്ചിട്ടുള്ള സെറ്റപ്പിലാണ് ചെയ്യണത്. അടിപൊളി ഒരു ലുക്കിൽ തന്നെയാണ് നമ്മുടെ റൂഫും കാര്യങ്ങളും ചെയ്തെടുക്കാൻ പോണത്. തുഞ്ചത്ത് നിന്നിട്ട് ആ കായലിക്കോടുള്ള യാത്ര എന്നോടുണ്ടല്ലോ എൻ്റെ പൊന്നേക്ക് വേറെ നാളത്തെ ഒരു സ്വപ്ന. ആ സാധനം കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു ഫീലിങ്ങിലും ത്രില്ലിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കണത്. നമുക്ക് ഇതിൻ്റെ തുഞ്ചത്ത് കയറി നിന്നിട്ട് വേണം നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളും എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ യാത്രയും കാര്യങ്ങളും മുമ്പോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ഗഡികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്യട്ടെ. നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വീഡിയോയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. കായലിലേക്ക് ഇറക്കിയിട്ടുള്ള മനോഹരമായ വീഡിയോകളും കാര്യങ്ങളും ഉടൻ തന്നെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.